ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി 200 ഗ്രാം മക്രോണി, 3 മീഡിയം സൈസ് സവാള, ഹാഫ് ടീസ്പൂൺ ഗാർലിക്, ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി, 4 പച്ചമുളക്, കറിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന്. ആദ്യം മക്രോണി വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. മക്രോണി ബോയിൽ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 250 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തത് ഷ്രെഡ് ചെയ്ത് ഈ സവാള മിക്സിലേക്ക് ചേർക്കാം. അങ്ങനെ മക്രോണിയിലേക്ക് വേണ്ട ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് ഡ്രെയിൻ ചെയ്തു വെച്ച മക്രോണി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അവസാനം ക്യാപ്സിക്കം ചേർത്ത് കുക്കായതിനു ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ചിക്കൻ മസാല മക്രോണി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്ത് നമുക്ക് വിളമ്പാം. Please subscribe my channel. Thanks for watching.